നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികളുടെ സ്വപ്ന നഗരിയാണ് ദുബായ്. സ്വദേശികളെ പോലെ വിദേശികളെ സ്നേഹിക്കുന്നതിൽ മുൻപന്തിയിൽ തന്നെ ഉണ്ട്. അതോടൊപ്പം അവർ നൽകുന്ന സുരക്ഷയും സ്നേഹവും ഏറ്റവും മുന്നിൽ തന്നെ. എന്നാൽ ഒരു പ്രവാസി ചെയ്ത ക്രൂരത അത് ക്ഷമിക്കുന്നതിലും അപ്പുറം തന്നെയാണ്. പ്രവാസികൾ ഇതൊക്കെ അറിയുക തന്നെ വേണം. കാരണം പോറ്റുന്ന നാടിനോട് ചെയ്യുന്ന അനീതിയാണിത്. വാർത്തയിലേക്ക്. രണ്ട് ക്രെഡിറ്റ് കാർഡുകൾ വഴി 1 ലക്ഷം ദിർഹം, അതായത് 19 ലക്ഷത്തോളം വരുന്ന ഇന്ത്യൻ രൂപ തട്ടിയെടുത്ത് പ്രവാസി UAE-യിൽ നിന്ന് മുങ്ങിയ വാർത്ത പുറത്തേക്ക് വരുമ്പോൾ പ്രവാസികളാകെ ഞെട്ടിയിരിക്കുകയാണ്. കാരണം ജോലിക്കനുസൃതമായി കൃത്യമായി വേതനം നൽകുന്ന പ്രവാസികളെ സ്വദേശികളെ പോലെ സ്നേഹിക്കുന്ന ഒരു നാടിനോടാണ് പ്രവാസി ഈ ക്രൂരത കാട്ടിയിരിക്കുന്നത്. ഒളിവിൽ പോയ പ്രതിയെ പോലീസ് തിരയുന്നുണ്ട്, എങ്കിലും ഇതുവരെയും കണ്ടെത്താനായിട്ടുമില്ല. ആയതിനാൽ തന്നെ പ്രതിയുടെ അസാന്നിധ്യത്തിൽ കഴിഞ്ഞ ദിവസം ദുബായ് പ്രാഥമിക കോടതിയിൽ വിചാരണ തുടങ്ങുകയും ചെയ്തു. കേസിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന 37-കാരനായ പാകിസ്ഥാൻ പൗരൻ വ്യാജരേഖകൾ ഹാജരാക്കിയാണ് 1 ലക്ഷം രൂപ പരിധിയിലുള്ള 2 ക്രെഡിറ്റ് കാർഡുകൾ സ്വന്തമാക്കിയിരിക്കുന്നത്. കാർഡ് കിട്ടിയ ഉടൻ തന്നെ ഇയാൾ മുഴുവൻ തുകയും പിൻവലിക്കുകയായിരുന്നുവെന്നാണ് ലഭ്യമാകുന്ന വിവരം. അതോടൊപ്പം തന്നെ വിസ ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളും വ്യാജമായി നിർമ്മിച്ചാണ് ഇയാൾ ക്രെഡിറ്റ് കാർഡുകൾ സ്വന്തമാക്കിയത്. ജോലിയും ജോലിസ്ഥലവും തെളിയിക്കുന്ന വ്യാജ രേഖകൾക്ക് പുറമെ വ്യാജ സാലറി സർട്ടിഫിക്കറ്റുകളും ഉണ്ടാക്കി ഇയാൾ ബാങ്കിൽ ഹാജരാക്കിയിരുന്നു. തുടർന്നാണ് ബാങ്ക് ക്രെഡിറ്റ് കാർഡുകൾ അനുവദിച്ചത് തന്നെ. പണം പിൻവലിച്ചതിന് പിന്നാലെ ഇയാൾ UAE-യിൽ നിന്ന് മുങ്ങുകയും ചെയ്തതിനാൽ പ്രതിയെ ഇതുവരെ പിടികൂടാനായിട്ടില്ല. അതേസമയം അൽ റഫ പോലീസ് സ്റ്റേഷനിലാണ് ബാങ്ക് മാനേജർ പരാതി നൽകിയിരിക്കുന്നത്. ബാങ്കിൽ ഹാജരാക്കിയിരുന്ന പാസ്പോർട്ടിൽ പതിച്ചിരുന്ന വിസ സ്റ്റാമ്പ് പോലും വ്യാജമാണെന്ന് പിന്നീടാണ് ബാങ്ക് അധികൃതർക്ക് മനസ്സിലായത് തന്നെ. 2 ക്രെഡിറ്റ് കാർഡുകൾക്കുമായി 1 ലക്ഷം ദിർഹമായിരുന്നു ബാങ്ക് പരിധി നിശ്ചയിച്ച് നൽകിയത്. എന്നാൽ രേഖകൾ വ്യാജമാണെന്ന് ബാങ്ക് അധികൃതർ കണ്ടെത്തിയപ്പോഴേക്കും ഇയാൾ UAE വിട്ടിരുന്നതായും പോലീസ് വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ വ്യാജ വിസ സ്റ്റാമ്പ് സംബന്ധിച്ച് UAE താമസകാര്യ മന്ത്രാലയം കോടതിയിൽ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. കേസ് ഡിസംബർ 15-ന് പരിഗണിക്കാനായി കോടതി മാറ്റിവെച്ചതായും വിവരം ലഭ്യമാകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.